വെൽക്കം ടു പോട്ട്സ് ആൻഡ് മീ. ദിസ് ഈസ് ആര്യ ഹിയർ. അപ്പം നമ്മൾ ഇന്ന് ഈ പേപ്പർ ഗ്ലാസ് കൊണ്ട് ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. ആസ് യൂഷ്വൽ പ്ലാന്റിങ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വന്നേക്കുന്നത് ബൊഗെയിൻവില്ലയുടെ കുറച്ച് കട്ടിങ്സ് ആണ്. അതായത് നമ്മുടെ കടലാസ് ചെടിയുടെ കുറച്ച് കട്ടിങ്സ്. ഇതിൽ നാടൻ വെറൈറ്റീസ് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്. അപ്പോൾ ഞാൻ കട്ടിങ്സ് വെച്ചിട്ട് 2 നാടൻ വെറൈറ്റി കടലാസ് ചെടി പിടിപ്പിച്ചതിൻ്റെ ഒരു അഹങ്കാരം കൂടിയുണ്ട്. അതിൻ്റെ പുറത്താണ് ധൈര്യത്തോടു കൂടി ഓഫറിൽ കിട്ടുമ്പോൾ ഈ കമ്പ് വാങ്ങിച്ചത്. ചെടി നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നടന്ന പരിപാടിയിലേക്ക് നോക്കാം. അപ്പം ഇന്ന് നമ്മൾ നോർമലി നടുന്നത് കൂടാതെ വേറൊരു മെത്തേഡ് കൂടെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പേപ്പർ ഗ്ലാസ്സൊക്കെ എന്തിനാണ് എടുത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പുതിയ രീതിക്ക് നമുക്ക് പേപ്പർ ഗ്ലാസ് മതിയാവും. പൊട്ടി മിക്സ് എന്ന് പറയാൻ വേറൊരു സാധനവും ഇതിൽ ചേർക്കുന്നില്ല. കുറച്ച് പഞ്ചാര മണൽ മാത്രമാണ് നമ്മൾ ഈ കമ്പ് നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വേറെ ഒരു വളവും ചേർക്കുന്നില്ല. കാരണം വേര് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. വെറുതെ മണ്ണിൽ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ഗ്ലാസ്സിൽ ഞാനിതാ മണ്ണ് നിറച്ച് വെക്കുന്നുണ്ട്. അതിൽ ഓരോ കട്ടിങ്സായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. നമ്മൾ വേറൊക്കെ കമ്പിന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂട്ടിങ് ഹോർമോൺസിൽ എന്തെങ്കിലും ഇത് ഡിപ്പ് ചെയ്തിട്ട് നട്ടു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും. പക്ഷെ നമുക്കൊരു നാച്ചുറൽ റൂട്ടിങ് ഹോർമോൺ ഉണ്ട്. എന്താണെന്നറിയോ? അലോവേര. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. കറ്റാർ വാഴ മിക്ക വീടുകളിലൊക്കെ ഉള്ള സാധനമാണ്. പക്ഷേ ഇത് റൂട്ടിങ് ഹോർമോണായിട്ട് യൂസ് ചെയ്യാമെന്ന് എത്ര പേർക്കറിയാം? ഇതൊരു നാച്ചുറൽ റൂട്ടിങ് ഹോർമോണാണ്. അതായത് നമ്മൾ അലോവേര ഫ്രഷ് ആയിട്ടുള്ള ഒരു അലോവേര ലീഫ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ആ ജെല്ലിൽ നമ്മൾ എന്ത് സ്റ്റെമ്മാണോ എന്ത് കട്ടിങ്സ് ആണോ വേര് പിടിപ്പിക്കാൻ വെക്കുന്നത് അതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നട്ടു കൊടുക്കുകയാണെങ്കിൽ എളുപ്പം വേര് പിടിക്കും. അങ്ങനെ ഓൾമോസ്റ്റ് ഗ്ലാസ്സിലെല്ലാം ഇത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ പകുതി ഗ്ലാസ് ഞാൻ ഈ പറഞ്ഞ സാധാരണ രീതിക്ക് നമ്മൾ വേര് പിടിപ്പിക്കാൻ വെക്കുന്നുണ്ട്. പകുതി ഗ്ലാസ്സിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരു മെത്തേഡാണ്. ICU മെത്തേഡ് എന്ന് പറയും. വേറൊന്നുമില്ല. ICUവിൽ നമ്മൾക്ക് എന്താണോ കിട്ടുന്നത്, ICUവിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. വേര് പിടിപ്പിക്കാനുള്ള കട്ടിങ്സ്, അതായത് ഗ്ലാസ്സിലോ പ്ലാസ്റ്റിക് കവറിലോ എന്തിലാണെന്ന് വെച്ചാൽ വേര് പിടിപ്പിക്കാനുള്ള കട്ടിങ്സ് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടി ഒരു പ്ലാസ്റ്റിക് കവറിട്ട് മൂടി ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് താഴെ സെക്യൂർ ആക്കി വെക്കുന്നു. ഇതുവഴി ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ചെടിക്ക് ആവശ്യമായ വെള്ളം കിട്ടും. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ആ ചൂട് പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ വേണ്ടി കാരണമാകുകയും ചെയ്യും. അതാണ് ശരിക്കും ICU മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ്. അങ്ങനെ നമ്മുടെ ചെടി നോർമലി നട്ടിരിക്കുന്നതിനേക്കാളും വേഗത്തിലും എളുപ്പത്തിലും വേര് പിടിപ്പിക്കുന്ന ഒരു വഴിയാണ് ഈ ICU മെത്തേഡ്. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് ഗ്ലാസ്സുകൾ ഇരിപ്പുണ്ട്. അത് അതേപടി നമ്മൾ ഒരു ഷെൽറ്ററിൽ വെച്ചിട്ട് നോർമലി വേര് പിടിപ്പിക്കാൻ വെക്കുന്ന പോലെ വേര് പിടിപ്പിക്കുകയാണ്. പിന്നെ മൂത്ത കുറച്ച് കട്ടിങ്സ് മിച്ചമുണ്ട്. അപ്പോൾ അതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിവിടെ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ചിട്ട് അതിൽ വെറുതെ നട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡിലാണ് ആദ്യം വേര് വരുന്നതെന്ന്, ഏത് മെത്തേഡിലാണ് ആദ്യം പിടിച്ചു കിട്ടുന്നത് നമുക്ക് നോക്കാം. അതിനാണ് ഞാൻ ഈ 3 വഴി നോക്കിയേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ പറയാറുള്ള പോലെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, എൻ്റെ പോസ്റ്റിന് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.